ഇപ്പോൾ ഇവിടെ 5 വർഷം മുമ്പ് ഇവിടെ ഞാൻ അന്ന് ഭൗതികവാദിയായിരിക്കെ ഇവിടെ വരികയും ഇവിടെ സംവാദത്തിൽ ഏർപ്പെടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ആ സംവാദത്തോടനുബന്ധിച്ച് സംവാദം കഴിഞ്ഞ് പോയപ്പോൾ ഇവിടെയുള്ള ഇപ്പോൾ ഉസ്താദ് അബ്ദുൽ നാസർ അഹ്സനി വളവട്ടൂർ, തൃക്കരിപ്പൂർ മുഹമ്മദ് അലി സഖാഫി ഉസ്താദ്, ഇങ്ങനെ ഹഫിളഹുമുല്ലാ, ഇങ്ങനെ ഇവരെ തുടങ്ങിയ ധാരാളം പണ്ഡിതന്മാർ എന്നെ നിരന്തരമായി ബന്ധപ്പെടുകയും അങ്ങനെ ആ ബന്ധമാണ്. ഒരുപക്ഷെ സംവാദത്തിൽ അവരെന്നെ അവഗണിച്ച് എന്നോട് അത്ര നല്ല രീതിയിൽ പെരുമാറിയില്ലെങ്കിൽ ഒരുപക്ഷെ ഞാൻ യുക്തിവാദം വിട്ടിട്ടുണ്ടാകും, പക്ഷേ ഇസ്ലാമിലേക്ക് വന്നിട്ടുണ്ടാവില്ല എന്നാണ് തോന്നുന്നു. ഇസ്ലാമിലേക്ക് വരാൻ ഇതൊരു നിമിത്തമാണ്. മാത്രമല്ല, നമ്മുടെ രോഗം നമുക്ക് ഇന്നതാണ് എന്ന് മനസ്സിലാവുന്നത് ഇവരുമായിട്ടുള്ള സുഹബത്താണ്. ഇപ്പോൾ സൈനുദ്ദീൻ മഖ്ദൂം ഒന്നാമൻ, സൈനുദ്ദീൻ മഖ്ദൂം അൽ കബീർ, അദ്ദേഹത്തിൻ്റെ ഹിദായത്തുൽ അദ്കിയ ഇലാ ത്വരീഖിൽ ഔലിയ, ബുദ്ധിമാന്മാരെ അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരിലേക്ക് വഴി കാണിക്കുന്ന ആ ഗ്രന്ഥം, ഒരു കവിതാ രൂപത്തിൽ പറയുന്ന ഗ്രന്ഥത്തിൽ സ്വാലിഹീങ്ങളുമായുള്ള സമ്പർക്കം നമ്മുടെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ ശമനം നൽകുമെന്ന് പറയുന്നുണ്ട്. അല്ലെങ്കിൽ എന്തുണ്ടാകുമെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ യുക്തിവാദി പ്രോഗ്രാമുകളിലൊക്കെ പങ്കെടുക്കുമ്പോൾ അവിടുത്തെ ഫാസിസ്റ്റുകൾ, കാസിസ്റ്റുകൾ അല്ലെങ്കിൽ കാസക്കാർ, അങ്ങനെ നിരീശ്വരന്മാരൊക്കെ പറയും, നിങ്ങൾ ഇസ്ലാം മതത്തിൽ നിന്നാണല്ലേ വിട്ടുപോകുന്നത്, അത് വല്ലാത്തൊരു സംഗതിയാണ്. കാരണം സ്വന്തം മതത്തെ ഇങ്ങനെ വിമർശിക്കുക എന്നുള്ളത് ചില്ലറ കാര്യമൊന്നുമല്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മിണ്ടാതിരുന്നാൽ പോരെ, മതം ഉപേക്ഷിച്ചുകൊണ്ട് തന്നെ ജീവിക്കാമല്ലോ. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലാതെ ആ മതത്തിൻ്റെ തന്നെ ന്യൂനതകളും പോരായ്മകളൊക്കെ പറയാമെന്ന് പറഞ്ഞാൽ വലിയൊരു സംഭവമാണ് എന്ന് നമ്മളോട് ഇങ്ങോട്ട് പൊക്കി പറയുമ്പോൾ നമ്മളെന്തോ ഒരു സംഭവമായിട്ട് നമുക്കൊണ്ട് തോന്നും. ഈ മതം വിട്ടവർക്ക് നമ്മുടെ ഈ രോഗം നമുക്ക് തിരിച്ചറിയില്ല. നേരെ മറിച്ചിട്ട് അവരും ഈ പറയുന്ന കാസക്കാർ അവരുടെ മതത്തെക്കുറിച്ചിട്ട് മതം വിട്ടിട്ട് ഇങ്ങനെ പറയാൻ അവർ തയ്യാറാകുമോ? അതില്ല. അവരെ മതത്തെക്കുറിച്ച് അവർ കുറ്റം പറയാതെ മറ്റു മതത്തെ, ഇസ്ലാം മതത്തിനെ കുറിച്ച്, ഇസ്ലാം മതം വിട്ട ആളുകളെ ഇങ്ങനെ എന്താ പറയുക, പുളിച്ചുമ കയറ്റുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. ആ കയറ്റിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ ജഹാലത്ത്, നമ്മുടെ ഈ ഹമാക്കത്ത്, അതാണ് ഈ രോഗം, അത് തിരിച്ചറിയാതെ പോകും. നേരെ മറിച്ചിട്ട് സ്വാലിഹീങ്ങളുമായുള്ള പണ്ഡിതന്മാരുമായുള്ള സഹവാസം, നമ്മുടെ ഈ ഹമാക്ക, നമ്മുടെ ഈ ഷഫാഹ, ഇത് നമുക്ക് ബോധ്യമാവും. അപ്പോഴാണത് ബോധ്യമാകുക. അബൂ ഹാമിദുൽ ഗസാലി തൻ്റെ അയ്യുഹൽ വലദ് എന്ന കിതാബിൽ ഈസാ നബി പറഞ്ഞതായിട്ട് പറയുന്നുണ്ട്, ഇന്നി മാ അജസ്തു അൻ ഇഹ്യാഇൽ മൗത വഖദ് അജസ്തു അൻ മുആജലത്തിൽ അഹ്മഖ്. മരിച്ചവരെ ജീവിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ ഇതിനുണ്ടെങ്കിൽ അത് സാധിക്കുന്ന കാര്യമാണ്. നേരെ മറിച്ചിട്ട് ഒരു അഹ്മക്കിൻ്റെ ഈ രോഗം ഉണ്ടല്ലോ, അഹ്മക്കിന് പിടിപ്പെട്ട ഈ രോഗം മാറ്റാൻ എനിക്ക് സാധ്യമല്ല എന്ന് ഈസാ നബി പറഞ്ഞതായിട്ട് ഗസാലി ഇമാം ഉദ്ധരിക്കുന്നത് കാണാൻ പറ്റും. അപ്പം നമ്മുടെ ഈ ബന്ധം, സ്വാലിഹീങ്ങളുമായുള്ള ബന്ധമാണ് നമ്മുടെ ഈ ഹമാക്കത്ത് ബോധ്യമാകുക. അവരുടെ ഈ സഹവാസം, അവരുടെ സ്നേഹപരമായ ഇടപെടലുകൾ, നമ്മളിൽ വരുന്ന തെറ്റുകുറ്റങ്ങൾ അവർ ചൂണ്ടിക്കാണിച്ച് നേർവഴിയിലേക്ക് നടത്തൽ. നിങ്ങൾ നോക്കുക, അങ്ങനെ വിട്ടുവന്നതിന് ശേഷം ഒരു പ്രമുഖ യുക്തിവാദിയായിട്ടൊരു സംവാദം ഉണ്ടായി. സംവാദത്തിന് പോകുമ്പോൾ ഈ നമ്മുടെ അഹ്സനി ഉസ്താദ്, മുഹമ്മദ് അലി സഖാഫി ഉസ്താദ്, ഇവരെ തുടങ്ങുന്ന പണ്ഡിതന്മാർ എന്നെ വിളിച്ചു. ഇത്രയും കാലം പറഞ്ഞത് അയ്യൂബിന് തോന്നിയത് പറയാണ്. ഇനി പറയുന്നത് അങ്ങനെയല്ല, അള്ളാഹുവിൻ്റെ ദീനാണ് പറയുന്നത്, അത് ശ്രദ്ധിച്ചും സൂക്ഷിച്ചും വേണം പറയാൻ എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അതിന് ശേഷമാണ് വാട്സപ്പ് ഗ്രൂപ്പുകളിലുള്ള രണ്ട് കൂട്ടരുമുള്ള സംവാദങ്ങളുടെ മുന്നോടിയുള്ള ചർച്ചകളിൽ ഞാൻ സജീവമാകുന്നത്. ആ സജീവമാകുമ്പോഴും അന്ന് ഒരു യുക്തിവാദി എന്നോട് ചോദിച്ചൊരു ചോദ്യം, അയ്യൂബ്, ഞങ്ങളെ കയ്യിൽ ഇന്ന് കേരളത്തിൽ ഇറങ്ങിയ എല്ലാ മലയാള പരിഭാഷയുണ്ട്, അത് എല്ലാ സംഘടനയുടെ പരിഭാഷയും ഉണ്ട്.
ആ പരിഭാഷയിൽ വായിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ ഖുർആൻ വിമർശനം നടത്തുന്നത്. അതിലില്ലാത്തൊരു കാര്യം അയ്യൂബിന് പറയണ്ടോ? അറബി ഭാഷ മാത്രം പഠിച്ച് അറബി പഠിച്ചാലേ മനസ്സിലാവുന്ന ഒരു ഖുർആനിലൊരു വാക്കുണ്ടോ? ഈ മലയാളത്തിലുള്ള പരിഭാഷയിലുള്ളതല്ലേ അതിലുള്ളൂ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ അന്ന് പെട്ടെന്ന് അതിന് ഉത്തരം എനിക്കെന്തോ അള്ളാഹു തോന്നിച്ചതുപോലെ ഞാനങ്ങ് പറഞ്ഞു. അത് ഇപ്പം നമ്മുടെ ഫാദറായിരുന്ന മെർമഡ്യൂക്ക് പിത്താളിൻ്റെ ഖുർആൻ പരിഭാഷകൾ വായിച്ചിട്ടുണ്ടാവും. ദ മീനിങ് ഓഫ് ദി ഗ്ലോറിയസ് ഖുർആൻ എന്ന അദ്ദേഹത്തിൻ്റെ ഖുർആൻ പരിഭാഷയുടെ ഒരു ആമുഖമുണ്ട്. 200ഓളം പേജ് വരും തോന്നുന്നു അതിൻ്റെ മുഖദ്ദിമ. അതിൽ അദ്ദേഹം ഖുർആനെ കുറിച്ച് തന്നെ അദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് നല്ല ഇംഗ്ലീഷിലുള്ള കവിത പോലെ വരുന്ന ഒരു ഖുർആൻ പരിഭാഷയാണത്. ആ പരിഭാഷയിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഏത് ഭാഷക്കും ഖുർആനിനെ തർജ്ജമ ചെയ്യാൻ സാധ്യമല്ല. അദ്ദേഹം പറയുകയാണ് അതിൽ. എന്താ കാരണം? ഖുർആനിൻ്റെ ആശയങ്ങളെ സമ്പുഷ്ടമായി ഉൾക്കൊള്ളുന്ന വാക്ക് മറ്റു ഭാഷകളിൽ സമാനമായി കൊണ്ടുവരാൻ സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ ഖുർആനിൻ്റെ പേര് തന്നെ, പരിഭാഷയുടെ പേര് തന്നെ ഗ്ലോറിയസ് ഖുർആൻ എന്നാണ് അദ്ദേഹം ഇട്ടിട്ടുള്ളത്. ദ മീനിങ് ഓഫ് ദ ഗ്ലോറിയസ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ഖുർആൻ മജീദാണ് എന്നർത്ഥം. ഖുർആനെ ഖുർആൻ തന്നെ വെച്ചൊരു പേര് ഖാഫ് വൽ ഖുർആനിൽ മജീദ് എന്നാണ്. ഈ മജീദിനെ മലയാളത്തിൽ പരിഭാഷപ്പെടുത്താൻ കഴിയില്ല, ഒരു പരിഭാഷയിലും ഇല്ല എന്നുള്ളതാണ്. മജീദ് എന്നിപ്പോൾ ജലാലിനിയിലൊക്കെ ഉള്ളത് ഷരീഫ് എന്നാണ്. ഷരീഫ് എന്ന് പറഞ്ഞാൽ ഇപ്പം എന്താ അർത്ഥം? നിങ്ങൾക്കൊക്കെ മനസ്സിലാവുന്ന സംഗതി. അപ്പോൾ എന്താ മജീദ്? മജീദ് എന്ന് പറഞ്ഞാൽ അതിന് 5 വാക്കുകൾ ചേർന്ന് അതിൻ്റെ അത് മൊത്തം അതിൻ്റെ മജ്മൂഇനാണ് മജീദ് എന്ന് പറയാം. ഉദാഹരണം, വസിഇൽ മആനി അലീമിഹ, വസിഇൽ മആനി അലീമിഹ, കസീരിൽ വുജൂഹി, കസീരിൽ ബറകാത്തി, ജസീലിൽ മബറാത്ത്. ഈ 5 വാക്കുകൾ ചേർന്നതിനാണ് മജീദ് എന്ന് പറയാം. വസിയ, എന്താ വസിയ? അത് വിശാലവും വിപുലവുമാണ്. എന്ത്? മആനി, ഖുർആനിലുള്ളത് കുറേ ആശയങ്ങളാണ്, അല്ലാതെ വേറൊന്നുമില്ല. മഅന നമുക്കറിയാം, അനായനി, അതിൻ്റെ മിമിയായ മസ്തറാണ് മഅന. ആ മആനി വിശാലവും വിപുലവുമാണ്. അലീം, അത് മഹത്തരവും വലുതുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നതാണ് മജീദ്. പോരാ, കസീരിൽ വുജൂഹ്, ബഹുമുഖമാണ് ഖുർആനിക ആശയങ്ങൾ. ഇപ്പം നിങ്ങളൊക്കെ അറബി സാഹിത്യം പഠിച്ചപ്പോൾ പറയും മഫ്ഹൂം മുവാഫഖ, മഫ്ഹൂം മുഖാലഫ. എന്തിനേറെ, അമേരിക്കയിലെ കോടതിയിൽ നിയമനിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഇമാം ഷാഫിയുടെ റിസാലയാണ് ഉപയോഗിക്കുന്നത്. അതിൽ ഈ ആശയം പറയുന്നുണ്ട്. ഇപ്പോൾ കോടതിയിൽ നമ്മൾ ചെന്നിട്ട് ഞാനൊരു കാര്യം പറഞ്ഞു, ഒരു വക്കീൽ ചോദിക്കുകയാണ്, നിങ്ങൾ ഇന്നത് പറഞ്ഞോ, ഇങ്ങനെ പറഞ്ഞാൽ ഇന്നത് ഉദ്ദേശിക്കൂലേ എന്ന് ചോദിച്ചാൽ അതിന് ഞാൻ പറഞ്ഞതിന് മാത്രമേ എനിക്ക് ഉത്തരവാദിത്തമുള്ളൂ. മഫ്ഹൂം മുഖാലഫ തെളിവല്ല. മഫ്ഹൂം മുവാഫക്ക എന്ന് പറഞ്ഞാൽ എന്താ? ഒരു വാക്ക് പറഞ്ഞാൽ ആ വാക്കിനോട് ചേർന്ന് വരുന്ന അർത്ഥം, അതിൻ്റെ ലക്ഷ്യാർത്ഥം എന്ന് വേണമെങ്കിൽ പറയാം. മഫ്ഹൂം മുഖാലഫ എന്ന് പറഞ്ഞാൽ റിവേഴ്സ് മീനിങ്. അതായത് ഇപ്പം ഒരു ഡോറ് തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞാൽ മറ്റേ ഡോറ് അടഞ്ഞു കിടക്കുന്നു എന്നർത്ഥം. ഇത് എവിടുന്ന് കിട്ടി? ഒരു ഡോറ് തുറന്നു കിടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ കിട്ടിയതാണ്. ഒരു റൂമിൽ ഒരു ലൈറ്റേ കത്തുന്നുള്ളൂ എന്ന് പറഞ്ഞാൽ ബാക്കി ലൈറ്റൊന്നും കത്തുന്നില്ല എന്ന് ഈ ആദ്യത്തെ വാക്കിന്ന് കിട്ടുന്നതാണ്. ഇത് ഖുർആനിലെ എല്ലാ മഫ്ഹൂം മുഖാലഫയും തെളിവാണ്. മുവാഫക്ക മാത്രമല്ല, മുഖാലഫ തെളിവാണ്. ഒരു ആയത്ത് പറഞ്ഞാൽ ആ ആയത്തിലെ ഖബർ, അതിലെ ഇൻഷാ തെളിവാണ്. അത് തളമ്മുനിയായ മാനയാവട്ടെ, ഇൽത്തിസാമിയായ മാനാവട്ടെ, എല്ലാം ഖുർആൻ ഹുജ്ജത്താണ്. ഇതൊക്കെ പഠിച്ച ഒരാൾക്ക് ഖുർആനിനെ മനസ്സിലാക്കി കൊടുക്കാൻ കഴിയുള്ളൂ. കസീരിൽ വുജൂഹ്, ബഹുമുഖമാണ് ഖുർആനിക ആശയങ്ങൾ. കസീരിൽ ബറകാത്ത്, ധാരാളം പുണ്യങ്ങൾ നിറഞ്ഞ, ബർക്കത്ത് നിറഞ്ഞതാണ് ഖുർആനിക ആശയങ്ങൾ. എന്താ ബർക്കത്ത്? ബർക്കത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൈറുൽ കസീർ അൽ അമീഖ് അദ്ദായിം അല്ലതീ ലാ യൻഖതി. ഇതിനാണ് ബറക്ക എന്ന് പറയാം.
ഒരിക്കലും മുറിഞ്ഞു പോവാത്ത, എല്ലാവർക്കും പിന്നെ ആമായിരിക്കണം. എനിക്ക് മാത്രം കിട്ടിയാൽ പോരാ, എല്ലാവർക്കും കിട്ടാവുന്നതും എന്നെന്നും നിലകൃതിയായിരിക്കുന്നതും ഒരിക്കലും മുറിഞ്ഞു പോവാത്തതുമായ നന്മക്കാണ് ബറക്ക എന്ന് പറയാം. അങ്ങനെ ഖുർആനിക ആശയങ്ങൾ ബർക്കത്തുള്ളതാണ്. ജസീലിൽ മബറാത്ത്, ജസീൽ ഖുർആനിക ആശയങ്ങൾ സമ്പന്നമാണ്, സമ്പുഷ്ടമാണ് ഖുർആനിക ആശയങ്ങൾ. ഈ 5 വാക്കുകളും ചേർന്നതിനാണ് മജീദ് എന്ന് പറയുക. ഇപ്പോൾ മുഹമ്മദ് ബെർമുഡ്യൂക്ക് പിക്താള് അദ്ദേഹത്തിൻ്റെ ഗ്ലോറിയസ് ഖുർആൻ ഈ മജീദ് എന്ന പേര് കൊണ്ടുവരാൻ കാരണം ഇപ്പോൾ വിശുദ്ധ ബൈബിൾ, വിശുദ്ധ ഗ്രന്ഥം എന്ന് വേണമെങ്കിൽ പറഞ്ഞൂടെ. അങ്ങനെ ഒരു ബിബ്ലിക്കൽ ശൈലി അദ്ദേഹം കൊണ്ടുവന്നില്ല. കാരണം അള്ളാഹു അങ്ങനെ പറഞ്ഞില്ല. ബൈബിൾ വിശേഷിക്കും പോലെ അൽ ഖുർആനുൽ മുഖദ്ദസ്, അൽ കിതാബുൽ മുഖദ്ദസ് എന്ന് അള്ളാഹ് പറഞ്ഞില്ല. അള്ളാഹ് പറഞ്ഞതാവട്ടെ മജീദ്, കരീം, ഹക്കീം എന്നൊക്കെയാണ്. അത് മറ്റൊരു ഭാഷയിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അതിനെ അദ്ദേഹം അങ്ങനെ തന്നെ ഉപയോഗിച്ചത്. വൽ മജിദ്, എന്താ ഈ മജിദ്? ഖുർആനിലെ ഓരോ തഫ്സീറും വൽ മജിദ്, മജിദ് എന്ന് പറഞ്ഞാൽ സിയത്തുൽ ഔസ്വാഫി വഅളമതുഹ, ഖുർആനിക ആശയ വസ്ഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടി, വസ്ഫ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർട്ടി, അത് വിപുലവും വിശാലവും സമ്പന്നവും വലുതും മഹത്തരവുമാണ്. ഈ മഹത്തരമായ ആശയങ്ങൾ സമൂഹത്തോട് പറയാൻ അഹക്കു കലാമിൻ യൂസഫു ബിഹാദ, അതിന് ഈക്വലൻ്റായ ചേർന്ന് വരുന്ന വാക്ക് ഏതാണുള്ളത്? ഖുർആനിൽ അള്ളാഹ് ഉപയോഗിച്ച വാക്കുകളേ ഉള്ളൂ. ഇപ്പം മനുഷ്യൻ്റെ ഇപ്പോൾ ഒരുപാട് നോവലുകളുണ്ട്, ഇവിടെ ഒരുപാട് കഥകളുണ്ട്, ഒരുപാട് മൂവികളുണ്ട്, ഒരുപാട് സീരിയലുകളുണ്ട്. ഇതൊക്കെ മനുഷ്യൻ്റെ അധമ വികാരങ്ങളെയാണ് ധ്വനിപ്പിക്കുന്നത്. ഖുർആൻ പറഞ്ഞ ഈ ആശയം മനുഷ്യരിലേക്ക് എത്തിക്കുവാൻ, പറഞ്ഞു കൊടുക്കുവാൻ ഏറ്റവും നല്ല വാക്കുകൾ ഖുർആനിൽ ഉപയോഗിച്ച വാക്കുകൾ തന്നെയാണ്. ഇപ്പം നിങ്ങൾ നോക്കൂ, മക്കയിലെ ബഹുദൈവാരാധകർ അല്ലെങ്കിൽ ആ രാജ്യക്കാർ മദ്യത്തിലായി ജീവിച്ച് മദ്യത്തിലായി നിലകൊണ്ടിരുന്നവരാണ്. വെറും വയറ്റിൽ മദ്യം കുടിച്ചിരുന്ന ആളുകളാണ്. നോക്കൂ, അവരെ പറ്റി തന്നെ പറയൽ എന്താണ്? വൈൻ സഖൈതി റാമന്നാസി ഫസ്തീന ഫൈദാ മുത്തു ഫദ്ഫിന്നി വൈലാ ജംബി കർമത്തി എന്നൊക്കെ പാടി പറഞ്ഞ ആളുകളോട് ഖുർആൻ ഒരേ ചെറിയൊരു ചോദ്യം, ഫഹൽ അൻതും മുൻതഹൂൻ, നിങ്ങൾക്ക് നിർത്താറായില്ലേ, വിരമിക്കാറായില്ലേ, ഒന്ന് മതിയാക്കിക്കൂടെ എന്നുള്ള ഒരൊറ്റ ചോദ്യം. കള്ളിലായി ജീവിച്ചിരുന്ന ഈ മനുഷ്യർ എല്ലാ വീപ്പക്കുറ്റികളും തല്ലി ഉടച്ചു എന്ന് മാത്രമല്ല, ഇന്ന് ജീവിച്ചിരിക്കുന്ന കോടാനക്കോടി മനുഷ്യർ, മുസ്ലിങ്ങൾ ആ ചോദ്യത്തിൻ്റെ മുന്നിൽ മദ്യം ജീവിതത്തിൽ തൊടാത്ത മനുഷ്യരാണുള്ളത്. അവരതിലേക്ക് പ്രേരിപ്പിക്കുന്നത് ഖുർആൻ്റെ ഈ ഒരേ ഒരു ചോദ്യം. അതാണ് ഖുർആനിൻ്റെ ചില വാക്കുകൾ അങ്ങനെയാണ്. അല്ലദീ ഖദിഹ്തവാ അലൽ ഉലൂമിൽ അവ്വലീന വൽ ആഖിരീൻ. ഖുർആനിൽ മൊത്തം പരിശോധിച്ച് നോക്കിയാൽ പൂർവികരുടെയും ഇന്ന് നടക്കുന്നവരുടെയും ഒക്കെ പിൻഗാമികളുടെയുമൊക്കെ എല്ലാ വൃത്താന്തങ്ങളും ചരിത്രങ്ങളുമൊക്കെ ഖുർആനിൽ കണ്ടെത്താൻ കഴിയും. അല്ലദീ ഹവാ മിനൽ ഫസ്വാഹത്തി അക്മലഹ. ഖുർആനിൻ്റെ സാഹിത്യം അത് അക്മലാണ്. എത്രയോ സാഹിത്യകാരന്മാർ പലതും എഴുതിയിട്ടുണ്ട്, പലതും പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പല യൂണിവേഴ്സിറ്റികളിലും പല പല തിസിസുകളുണ്ട്, പല ഫിലോസഫർമാർ പല തത്വശാസ്ത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊന്നും മനുഷ്യനെ ജീവിപ്പിക്കുവാൻ, മനുഷ്യനെ മുന്നോട്ട് നയിക്കുവാൻ പര്യാപ്തമല്ലാതെ അതൊക്കെ കേവലം ലൈബ്രറികളിൽ, അലമാരകളിൽ കെട്ടിക്കിടക്കുന്ന ഒരു വസ്തു മാത്രമാണ്. ഖുർആനിൻ്റെ സാഹിത്യം അങ്ങനെയല്ല. ഒമിനൽ അൽഫാളി അജ്സലഹ, ഖുർആൻ പറഞ്ഞ വാക്കുകൾ എന്തോ ഒരു ജസീലാണത്. ഖുർആനിൽ പറഞ്ഞ വാക്കുകൾ ഉദാഹരണം നോക്കൂ. ഞാൻ യുക്തിവാദിയായിരുന്ന കാലത്ത് ഏറ്റവും ഖുർആനെ കളിയാക്കി പറഞ്ഞത് ഖുർആനിലെ അനന്തര സ്വത്താണ്. ഖുർആൻ നിങ്ങൾ പരിശോധിച്ച് നോക്കൂ. ഖുർആനിൽ 3 ആയത്താണ് അനന്തര സ്വത്ത് പറയാൻ. സൂറത്തുൻ നിസായിലെ 11, 12, 176 3 വചനം. ലോകത്ത് കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ എല്ലാ മനുഷ്യരുടെയും സ്വത്ത് വിഭജിക്കുവാൻ, അത് സങ്കീർണമാവട്ടെ ലഘുവായ സ്വത്താവട്ടെ. ഇപ്പം സ്വത്ത് തന്നെ പലതരമുണ്ട്. സ്വർണമുണ്ട്, വെള്ളിയുണ്ട്, ഭൂമിയുണ്ട്, പണമുണ്ട്. ഏത് തരം സ്വത്തായാലും ഏത് തരം വിഭാഗമായാലും
ഒരു ചില കുടുംബങ്ങളിൽ വാപ്പ 4 പെണ്ണെട്ടി, അതിലാദ്യത്തെ കുട്ടി മരിച്ചുപോയി, ഇങ്ങനെ തുടങ്ങി സങ്കീർണമായ പ്രശ്നങ്ങളായാലും ഈ 3 ആയത്തിൽ എല്ലാം ഉൾക്കൊള്ളിച്ചു എന്നുള്ളതാണ്. ഖുർആൻ അക്മലാണ്, അഹ്സനാണ്, ഒരു ന്യൂനതയില്ല, ഒരു ഓൾസ് പോലും ഇല്ല എന്നുള്ളതാണ്. നമ്മളിന്ന് നമ്മുടെ ഒരു വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു എൻജിനീയറെ ഏൽപ്പിച്ചാൽ ഒരു വെട്ടുകല്ല് പോലുള്ള ഒരു പുസ്തകം കൊണ്ടുവന്ന് തരിക. ഒരു വർഷത്തിലെ ഒരു സാമ്പത്തിക കണക്ക് എഴുതാൻ വേണ്ടി പറഞ്ഞാൽ അവർക്ക് ഇങ്ങനെ 3 വരിയിൽ ഉൾക്കൊള്ളിച്ച് എഴുതാൻ കഴിയുമോ? അപ്പം ഖുർആനിൻ്റെ വാക്കുകൾ അത് ജസീലാണ്. ഒമിനൽ മആനി അഹ്സനഹ വഅക്മലഹ. ഇതൊക്കെ ബോധ്യമായി തന്നെ കൂട്ടുക. ഖുർആൻ നന്നായി പഠിച്ചു, മനസ്സിലാക്കി, ഇത് ബോധ്യമായി, അതുകൊണ്ട് കാര്യമായില്ല. നബിയുടെ കാലത്ത് വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി, അദ്ദേഹം വലിയ സാഹിത്യകാരനായിരുന്നു, വലിയ ചിന്തകനായിരുന്നു. അദ്ദേഹം ഖുർആൻ ഒരിക്കലും ഇങ്ങനെ കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ കശാഫിൽ കാണാൻ പറ്റും, സ്വാവിയിൽ കാണാൻ പറ്റും. അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ്, ലഖദ് സമിഅതു മിൻ മുഹമ്മദിൻ ആനിഫൻ കലാമൻ മാ ഹുവ മിൻ കലാമിൽ ജിന്നി മിൻ കലാമിൽ ഇൻസി. ഈ മുഹമ്മദ് ഈ അടുത്തിടെ പറഞ്ഞ ഈ വാക്കുകളൊന്നും ഒരു ജിന്നിൻ്റെയോ മനുഷ്യൻ്റെയോ ഒരു ഭാഷണമാവാൻ സാധ്യമല്ല. അതാ എന്താണ് ഈ പറയുന്നത്? ഇന്നഹു യഅല വമാ യുഅല. ഇത് വിജയിക്കുക തന്നെ ചെയ്യും, ഇതിനെ പരാജയപ്പെടുത്താൻ കഴിയില്ല. ഇന്ന ലഹു ലഹലാവ. ഇതെന്തോ ഒരു മാധുര്യമുള്ള സൗന്ദര്യമുള്ള വാക്കുകളാണ്. ഇന്ന ലഹു ലതുലാവ. അത് ഒരു ജമാലിയത്തുള്ള ഒരു സൗന്ദര്യമുള്ള ആശയങ്ങളാണ് ഖുർആനിൻ്റേത്. ഇന്നഹു അഅല ലമുസ്മിർ. ഖുർആനിക ആശയങ്ങൾ ലമുസ്മിർ, അത് ഫലം നൽകുന്നതാണ്. ആർക്കും ഖുർആൻ ഫലം ചെയ്യുന്ന സംഗതിയാണ്. വഇൻ അസ്ഫലു ലമുഅദിഖ്. അതിൻ്റെ ആശയങ്ങളാവട്ടെ ആഴമാർന്നതാണ്. ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞപ്പോഴാണ് കാലത്ത് ഖുറൈശ് പറഞ്ഞു, സ്വബാ വല്ലാഹിൽ വലീദ്. വലീദ് മതം മാറിയിരിക്കുന്നു, വലീദ് മതം മാറിയിരിക്കുന്നു എന്ന് ഖുറൈശികൾ പറഞ്ഞത്. ഖുറൈശികൾ അങ്ങനെ പറയാൻ കാരണം വലീദ് ബിൻ മുഗീറ അൽ മഖ്സൂമി മതം മാറിയാൽ വല്ലാഹി ലതസ്ബഅന്ന ഖുറൈശ് കുല്ലുഹും. ഖുറൈശികൾ എല്ലാവരും മതം മാറും. അപ്പോഴാണ് അബൂജഹൽ വന്നിട്ട് പറഞ്ഞ്, അക്ഫീകുമു, നിങ്ങൾ അയാളെ കാര്യം എന്നിലേക്ക് വിട്ടേക്കും, ഞാൻ പരിഹരിച്ചോളാം എന്ന് പറയുന്നത്. ഖുർആനെ കുറിച്ചിട്ട് ഇത്രയും ബോധ്യമുള്ള ഒരാൾക്ക് മുസ്ലിം ആവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാണ് വഹാദാ മൂജിബുൽ ലികമാലി ഇത്തിബാഇ. ഖുർആനിൻ്റെ ആശയങ്ങളോട് ഇത്തിബാഇ ചെയ്യേണ്ടതാണ്. വസുർഅത്തിൽ ഇൻഖിയാദില. അത് കേട്ടപാട് വേഗം അതുകൊണ്ട് അനുസരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ആൾക്കാർ ഇപ്പോൾ എന്താ വിചാരിക്കുക, കുറേ കാലം യുക്തിവാദം പറഞ്ഞു നടന്ന് ഇനി ഇങ്ങോട്ട് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അയാൾക്ക് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും, വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടാവും, ആളുകൾ പലതും പറയും. അങ്ങനെ നീ അതിലേക്ക് പോവാതിരുന്നാൽ നടക്കില്ല. വേഗം അങ്ങ് മുന്നിട്ടിറങ്ങണം. ആ മിന്നത്തിന് ശുക്ർ ചെയ്യണം. എന്താ ശുക്ർ? ഏറ്റവും വലിയ ശുക്ർ മിന്നത്ത് എന്ന് പറയുന്നത് ഈമാനാണ്. ഈമാൻ അള്ളാഹുവിൻ്റെ നൂറാണ്. അള്ള വിചാരിച്ചവർക്ക് അള്ള തരേ ചെയ്യുള്ളൂ. അത് നമുക്ക് കിട്ടട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് കിട്ടിക്കൊള്ളണമെന്നില്ല. അത് അള്ളാഹുവിൻ്റെ ഒരു പ്രകാശമാണ്. ആ മിന്നത്ത് കിട്ടാൻ നമ്മൾ അള്ളാഹുവിൻ്റെ ഒരു തൗഫീഖാണത്. പല സബബുകളുണ്ടെങ്കിൽ പോലും അതിലേക്ക് അങ്ങ് വരണം. അപ്പം നമ്മൾ ഇപ്പം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്, മജീദ് എന്ന ഖുർആനിൻ്റെ ഒരു വാക്കാണ് ഞാൻ ഈ വിശദീകരിച്ചത്. ഇത് തഫ്സീറിലുള്ളതാണ്, എൻ്റെ വക പറഞ്ഞതല്ല. ഇത് നമ്മൾ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്താൻ ഈ ഇത്രയും വലിയ ആശയങ്ങൾ ഒറ്റ വാക്കിൽ പറയാൻ മലയാളത്തിൽ വാക്കില്ല, ഇംഗ്ലീഷിൽ വാക്കില്ല, ഒറ്റ ഭാഷയിലും ഇല്ല. അതുകൊണ്ടാണ് ചില പണ്ഡിതന്മാർ ഭാഷാജനനി പരിശോധിച്ചിട്ട് പറഞ്ഞു ആദ്യത്തെ ഭാഷ അല്ലെങ്കിൽ ഭാഷയുടെ തുടക്കം ഒരു പക്ഷേ അറബി ആയിരിക്കാനാണ് സാധ്യത എന്ന് പറഞ്ഞത്. ആ ഭാഷ അള്ളാഹു അവൻ്റെ ഗ്രന്ഥം പിന്നെ ഇറക്കാൻ, പഠിപ്പിക്കുവാൻ, ലോകരെ പഠിപ്പിക്കുവാൻ ഈ ഭാഷ തിരഞ്ഞെടുത്തതിന് വേറെയും കുറേ ഹിക്മത്തുണ്ടാവും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഞാൻ യുക്തിവാദിയായിരിക്കുന്ന കാലത്ത്
എൻ്റെ ഈ ഹമാക്ക, ഈ സഫാഹത്ത്, ഈ വിഡ്ഢിത്തം ബോധ്യമാവാതെ കുറേ ഞാൻ തന്നെയാണ് ഖ്വാജ, ഞാൻ തന്നെ വലിയ സംഭവമാണെന്നും പറഞ്ഞുകൊണ്ട് കുറേ സംവാദങ്ങളും തർക്കങ്ങളും ഡിബേറ്റുകളും ടേബിൾ ടോക്കുകളൊക്കെ പോയിട്ടുണ്ട്. ഇന്ന് ഞാനത് തിരിച്ചറിഞ്ഞു. അതൊക്കെ വിഡ്ഢിത്തമായിരുന്നു, അതൊക്കെ ഒരു പോരായ്മയാണെന്ന് തിരിച്ചറിയുന്നത് നമുക്ക് എവിടാ തരുന്നത്? അവിടെയാണ് അതിക്കയിൽ പറയുന്നത് അതിക്കയിൽ പറയുന്നത് ബുദ്ധിമാന്മാർക്ക് ഹിദായത്ത് നൽകാനാണ് അതിക്കയിൽ സൈനുദ്ദീൻ മഖ്ദൂമുൽ കബീർ കൊണ്ടുവരുന്നത്. സ്വാലിഹീങ്ങളുമായി നമുക്ക് മനസ്സിൽ വല്ല ശക്ക് തുടങ്ങിയാൽ, സംശയം ഉണ്ടായാൽ, നമ്മൾ തന്നെ ആ സംശയം കണ്ട് നാട്ടുകാരോടൊക്കെ കൂടിയാണ് പറയലല്ല, അതുമായി ബന്ധപ്പെട്ട തീർക്കേണ്ട ആളുകൾ അടുത്തേക്ക് അങ്ങോട്ട് ചെന്ന് നമ്മളത് പരിഹരിക്കണം. നമ്മളെ രാജ്യത്ത് ഇപ്പം ഇന്ന് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, എല്ലാ യുക്തിവാദികളെയും മറ്റെല്ലാ മനുഷ്യരെയും കൂടി ഒരു സമൂഹത്തിൽ ഒരു സദസ്സിലേക്ക് വിളിച്ചു വരുത്തും. വിളിച്ചിട്ട് നിങ്ങൾക്ക് എന്തും ചോദിക്കാമെന്ന് പറയും. എന്നിട്ട് നമ്മൾ ഉത്തരം പറയാമെന്നുള്ള രീതിയിൽ മൈക്കൊക്കെ കെട്ടി പരിപാടി നടത്തും. പരിപാടി നടത്തുമ്പോൾ ഏതെങ്കിലും ഒരു യുക്തിവാദി ആവട്ടെ, ആരാവട്ടെ, അയാളൊരു ചോദ്യം അങ്ങ് ചോദിക്കുമ്പോൾ ആ ചോദ്യം ഈ സദസ്സിലെല്ലാവർക്കും ആ ചോദ്യം കേട്ട് അതയാൾ അവരെ മനസ്സിൽ തറച്ച്, എന്നിട്ട് നമ്മൾ ഉത്തരം പറഞ്ഞു തന്നെ കൂട്ടുക. ഉത്തരം പറഞ്ഞാലും ഈ ചോദ്യം അവിടെ ഉന്നയിച്ചതോടുകൂടി ആളുകളെ മനസ്സിൽ ചോദ്യം അങ്ങോട്ട് തറച്ചുപോയി. ഉത്തരമാവട്ടെ ചോദ്യം ചോദിച്ചതുപോലെ ഇത്ര പെട്ടെന്നും വസ്തുനിഷ്ഠമായും അല്ലെങ്കിൽ ജാമ്യമാനിയായിട്ട് ഉത്തരം പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ ഈ വസ്വാസില്ലാത്ത ആളുകളെ മുന്നിൽ, ഈമാൻ മാത്രമുള്ള ആളുകളെ മുന്നിൽ സംശയം വരാൻ കാരണമാവും. ഈമാൻ എന്ന് പറഞ്ഞാൽ തന്നെ സുമ്മലം യർതാബു അല്ലാഹ് പറഞ്ഞതാണ്. ഈമാൻ ഉണ്ടായിട്ട് മട്ടൽമ ചവിട്ടിയമാരി അങ്ങോട്ടും ഇങ്ങോട്ടും ആകാൻ പാടില്ല. അത് യഖീനായിരിക്കണം, വെറും ഈമാനല്ല, അത് യഖീനായിട്ടുണ്ട് വരേണ്ടതാണ്. ഈമാനുണ്ട് എന്ന് പറഞ്ഞാലൊന്നും അത് ഈമാനാവില്ല. എൻ്റെ സമയം കഴിഞ്ഞോ കുട്ടികളെ? ഞാൻ കൂടുതൽ നീട്ടി പറയുന്നില്ല. അപ്പം നമ്മൾ ആദ്യമായി മനസ്സിലാക്കേണ്ടുന്നൊരു സംഗതി, നമുക്ക് മനുഷ്യൻ ചിന്തിക്കേണ്ട, പറയണ്ട, ആലോചിക്കേണ്ട എന്നൊന്നും പറഞ്ഞ കാര്യമില്ല. അതൊക്കെ നമ്മൾ ആലോചിക്കും, നമ്മുടെ മനസ്സിൽ ചിന്ത വരും, ഇതെല്ലാം വരും. പക്ഷെ ആ സംശയം തീർക്കേണ്ടത് അതുമായി വസ്അലു അഹ്ല ദിക്രി, ഖുർആൻ പറഞ്ഞതാണ്. നിങ്ങൾ അഹ്ല ദിക്റിനോടാ ചോദിക്കേണ്ടത്, എല്ലാവരോടും പറയലല്ല. നമ്മൾ ഇന്ന് കാണുന്ന സോഷ്യൽ മീഡിയയിൽ, ഫേസ്ബുക്ക് ആവട്ടെ, വാട്സപ്പ് ആവട്ടെ, അല്ലെങ്കിൽ ക്ലബ് ഹൗസ് ആവട്ടെ, ഇവിടൊക്കെ ചെന്നിട്ട് നമ്മൾ ഈ സംവാദത്തിനാണ് പോകുന്നത്. ഈ സംവാദത്തിന് പോകുമ്പോൾ അതിൻ്റെ നേട്ടം മറുകക്ഷിക്കാണ്, അവർക്കാണ് അതുകൊണ്ട് നേട്ടം. നമ്മൾ തിരിച്ചറിയേണ്ട, ആർക്കാണ് സംവാദം കൊണ്ടുള്ള നേട്ടം? അവർക്കായിരിക്കും എപ്പോഴും. അതുകൊണ്ട് നമ്മൾ സംവാദത്തിന് പോകുമ്പോൾ ശ്രദ്ധിച്ചു വേണം പോവാൻ. ഇമാം അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനിയുടെ ഒരു ചെറിയൊരു റിസാലയുണ്ട്. ആ റിസാല ഉസൂലു സുന്ന എന്ന പേരിലാണുള്ളത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, തർക്കുൽ ജിദാലി വൽ മിറാഅത്തി വൽ ഖുസൂമാത്ത്. ഇതുപോലുള്ള സിന്ദീഖുകളോട്, മുൽഹിദുകളോട് സംവാദത്തിന് പോകുമ്പോൾ ശ്രദ്ധിക്കണം. അവരോട് തർക്കം പാടില്ല, ജിദാല് പാടില്ല. കാരണം എന്താ? നിങ്ങൾക്കും സമയം തുല്യം, അവർക്കും സമയം തുല്യം. നിങ്ങൾ ഈ സദസ്സാവട്ടെ ഒരു വിശ്വാസിയായ പണ്ഡിതൻ പങ്കെടുക്കുന്നത് കൊണ്ട് ഒരുപാട് വിശ്വാസികളും ആ സദസ്സിൽ വരും. യുക്തിവാദിയുടെ അല്ലെങ്കിൽ സിന്ദീഖിയുടെ, നിരീശ്വരൻ്റെ, നിർമ്മതൻ്റെ ഈ വാദങ്ങൾ ഈ വിശ്വാസികളും കേൾക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഇങ്ങനെയുള്ള ഒരു സംവാദവേദി നല്ലതല്ല. മറിച്ച് അലി റളിയല്ലാഹു അൻഹു, അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഖവാരിജിയാക്കടുത്തേക്ക് പറഞ്ഞേക്കുന്നുണ്ട്. ഖവാരിജിയാക്കടുത്തേക്ക് പറഞ്ഞേക്കുമ്പോൾ അലി റളിയല്ലാഹു അൻഹു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ ഉപദേശിക്കുന്നൊരു വാക്കുണ്ട്. യാ അബ്ബാസ്, നിങ്ങൾ പോകുന്നത് ഖവാരിജിയാക്കടുത്തേക്കാണ്. അബ്ബാസ് റളിയല്ലാഹു അൻഹു ആരാ? തർജുമാനുൽ ഖുർആൻ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അല്ലാഹുമ്മ ഫഖ്ഹിഹു ഫിദ്ദീൻ വഅല്ലിംഹു തഅ്വീൽ എന്ന് തലയിൽ കൈവച്ച് പ്രവാചകൻ പ്രാർത്ഥിച്ച ആളാണ്. അദ്ദേഹത്തെ പറഞ്ഞേക്കുമ്പോൾ പോലും അലി അള്ളാഹു പറയാണ്, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് സംവാദം നടത്തരുത്. ഖുർആൻ ദു വുജൂഹ്, അങ്ങനെ ഇങ്ങനെയും പറയാൻ പറ്റും, അഖ്ല് കൊണ്ട് വേണം പറയാൻ. എന്നാൽ തന്നെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, ഈ ഖവാരിജിയാക്കൾ 6000 ആളുകളെ ഉള്ളൂ. അതിലപ്പുറം ഒരാളിത് കേൾക്കാൻ ഇടവരരുത്.
വിശ്വാസമില്ലാത്ത ആളുകളോടെ സംസാരിക്കാവൂ. വിശ്വാസമുള്ള ആളുകളോട് സംശയം ഉണ്ടാക്കുന്ന വിധത്തിൽ അവരിതിലേക്ക് കൂട്ടരുത്. അവരോട് മാത്രം അവരടുത്തേക്ക് വിളിച്ചിട്ട്. ഇപ്പം ഞാനിവിടെ സംവാദത്തിന് വന്നു, സംവാദം കഴിഞ്ഞ് പോയപ്പോൾ പിന്നെ ഈ പണ്ഡിതന്മാർ വിട്ടില്ല, നിരന്തരം എന്നെയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഇവിടെ പല ഹോട്ടലുകളിലേക്ക് വിളിച്ചു, കോഴിക്കോട് പലയിടത്ത് അവർ വിളിച്ചു. ഞാൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു. ആ വിമർശനങ്ങളൊക്കെ സ്നേഹബുദ്ധിയെ അവരെങ്ങനെ കേട്ടു. ഞാൻ സഫാഹത്താ പറയണമെന്നുള്ളത് എനിക്കറിയുന്നില്ലല്ലോ. ഞാൻ രൂക്ഷമായി വിമർശിച്ചു. അവരത് ശാന്തമായി കേട്ടിട്ട് പതുക്കെ പതുക്കെ ഇങ്ങനെ സംവാദമല്ല, ടേബിൾ ടോക്കാണ്, ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. അപ്പോഴാണ് നമ്മളിത് തിരിച്ചറിയുന്നത്. എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത്. പല ഹോട്ടലുകളിൽ അന്ന് ഈ അബ്ദുൽ നാസർ അഹ്സനി വളവട്ടൂർ ഉസ്താദ്, ഫൈസൽ അഹ്സനി രണ്ടത്താണ്, ഇങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു. ഒരാളോട് സംസാരിക്കാൻ ഇവരെല്ലാവരും വട്ടത്തിലിരുന്ന് നമ്മുടെ മനസ്സിലെ ഈ ഷെക്ക്, ഈ വസ്വാസ് പോകുന്നത് വരെ ഇടപെടുകയാണ്. അത് കഴിഞ്ഞ് സംസാരം കഴിഞ്ഞാൽ പിന്നെ ഫോൺ ചെയ്തിട്ട് ബന്ധപ്പെടുകയാണ്. അങ്ങനെയാണ് ഒരാൾ ഈ വഴിയിലേക്ക് വരാനൊരു സബബ് ഉണ്ടാവണമല്ലോ. ഹിദായത്ത് അല്ലാഹ് തരുന്നത് തന്നെയാണ്, അത് തർക്കമൊന്നുമില്ല. എത്രയോ ബുദ്ധിജീവികളായ യുക്തിവാദികളുണ്ട്, നന്നായിട്ട് കഴിവുള്ളവരുണ്ട്. പക്ഷെ അവരിപ്പോഴും അങ്ങനെ തന്നെ തുടരുകയാണല്ലോ. അതെന്തുകൊണ്ടാണ് അവരങ്ങനെ തുടരുന്നത്? ഒരാൾ വ്യഭിചരിച്ചു അല്ലെങ്കിൽ വേറെന്തെങ്കിലും തെറ്റ് ചെയ്യും പോലെയല്ല ഒരാൾ മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രശ്നമാണ്. മുർത്തദ്ദാവുക എന്ന് പറഞ്ഞാൽ മറ്റു തെറ്റുകളെ പോലെയല്ല, ഇയാളെ കൊണ്ടുള്ള ഷർറ് ചില്ലറയല്ല. അയാൾ നാടുനീളം നടന്ന് ഇസ്ലാമിനെ കുറ്റം പറയുമ്പോൾ മറ്റുള്ളവരെ മുമ്പിൽ വെറുപ്പുൽപ്പാദിപ്പിക്കുവാനും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാനും കാരണമാകും അത്. ഒരാൾ വ്യഭിചരിച്ചാൽ അയാളും ആ മറ്റ് പങ്കാളിയും മാത്രമേ അതിൽ പങ്കുള്ളൂ. ഒരാൾ മുർത്തദ്ദായാൽ, അയാൾ ഇസ്ലാം മത വിമർശനം നടത്തിയാൽ അത് ഈ സമൂഹത്തെ മൊത്തത്തിൽ, മുസ്ലിങ്ങളെ മാത്രമല്ല മറ്റു മതസ്ഥരെ വരെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ കാരണമാവും. ഇപ്പം ഞാൻ ഒരുപാട് സംവാദം നടത്തിയിട്ടുണ്ട്, ഒരുപാട് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. അത് മുസ്ലിങ്ങൾ കുറേ ആളുകൾ ഒരു പക്ഷെ കേട്ടിട്ടില്ല എന്ന് വരാം. പക്ഷെ മറ്റുള്ളവർ കേട്ടിട്ട് ഇതാണ് ഇസ്ലാം ഇങ്ങനെയാണോ പറയുന്നത്? ഞാൻ വിവരമില്ലാതെ പറഞ്ഞ കാര്യം മുസ്ലിങ്ങളെ തെറ്റിദ്ധരിക്കാനും അവരോട് വെറുപ്പുണ്ടാവാനും കാരണമാകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഞാനിങ്ങനെ ഇസ്ലാമുക്ക് വന്നപ്പോൾ എന്നെപ്പറ്റി പല പ്രചരണങ്ങളും വന്നു. കുറേ സംഗതികളിൽ ഒരാൾ എനിക്കെന്തോ താല്പര്യത്തിന് വന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പലതും പറഞ്ഞ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു, ഒരു കമൻ്റ് എഴുതി വിട്ടത്, ഞങ്ങൾ ഇസ്ലാമെന്ന് ഒരാൾ വിട്ടുപോയാൽ അയാളെ വലത്തെ കൈയും ഇടത്തെ കാലും ഇങ്ങനെ എതിർ ദിശയിൽ വെട്ടുന്നത് പോലെ വെട്ടൊന്നുമില്ല, അയ്യൂബിന് ഇഷ്ടമുള്ളതുപോലെ പോകാം. അതിൻ്റെ അർത്ഥം എന്താ? മതം വിട്ടവരൊക്കെ ഇസ്ലാം ഇങ്ങനെ വെട്ടാൻ നടക്കുകയാണ് എന്നാണ്. ഞാൻ 10-17 കൊല്ലം മതം വിമർശിച്ചുകൊണ്ട് നടന്നിട്ടുണ്ട്. ഒരു മുസ്ലിങ്ങൾ എൻ്റെ മേത്തൊക്കെ ഒരു പുല്ല് പോലും എടുത്തിട്ട് എറിഞ്ഞിട്ടില്ല. ആ സ്ഥലത്താണ് പറയുന്നത് മുസ്ലിങ്ങൾ ഇങ്ങനെ മതം വിട്ടാൽ വെട്ടുമെന്നുള്ളത്. അല്ലെങ്കിൽ മുർത്തദ്ദിനെ മതം മാറി എന്നതിൻ്റെ പേരിൽ കൊല്ലാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഖുർആൻ പറയുന്നത് നോക്കൂ. ഖുർആൻ ഒരുപാട് സ്ഥലത്ത് പറയുന്നുണ്ട് വിശ്വസിക്കുക, സുമ്മ കഫറു, പിന്നെ കാഫറായി, പിന്നെയും വിശ്വസിച്ചു, സുമ്മസ്ദാദു കുഫറ എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ആദ്യം വിശ്വസിച്ചു, ഇപ്പം എൻ്റെ കാര്യം തന്നെ എടുക്കും, ആദ്യം വിശ്വാസിയായി ജനിച്ചു, ഇസ്ലാം മതത്തിൽ തന്നെ പഠിച്ചു, ഇങ്ങനെ പിന്നെ ഓൻ കാഫറാകുന്നു, പിന്നെ അയാൾ വീണ്ടും മുസ്ലിമാകുന്നു, വീണ്ടും കാഫറാകുന്നു. ആദ്യം മുസ്ലിമായ ഒരു മനുഷ്യൻ പിന്നെ കാഫറായപ്പോൾ തന്നെ തല വെട്ടിയ പിന്നെ മുസ്ലിമാനുള്ള തല ഉണ്ടാകുമോ? ആദ്യം തന്നെ തല വെട്ടിയല്ലോ. അപ്പോൾ മുർത്തദ്ദായാൽ തലവെട്ടാൻ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. പിന്നെന്താണ്? ഫിഖ്ഹിൻ്റെ കിതാബിൽ പറയുന്ന ആ റിദ്ദയുണ്ട്. അതെന്താണ്? രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്താൽ എല്ലാ രാജ്യത്തും എല്ലാ നിയമത്തിലും അതിന് ശിക്ഷയുണ്ട്. അത് രാജ്യദ്രോഹപരമായ കുറ്റം ചെയ്തിട്ടാണ്. മതം വിട്ടു എന്നതിൻ്റെ പേരിൽ ചിന്താപരമായ അയാൾക്കൊരു വ്യതിയാനം ഉണ്ടായതിൻ്റെ പേരിൽ അത് അയാൾ പറഞ്ഞ് തിരുത്താണ് വേണ്ടത്. ഇത്രയും യൂണിവേഴ്സിറ്റികളും കോളേജുകളും വലിയ പണ്ഡിതന്മാരും ഗ്രന്ഥങ്ങളും ഉണ്ടായിരിക്കെ ഏതോ ഒരാൾ ഒരു ഊച്ചാളി വന്നിട്ട് ഞാൻ ഇസ്ലാം മതം വിട്ടു എന്ന് പറഞ്ഞു പോയപ്പോഴേക്ക് ഓനെ കൊല്ലേണ്ട കാര്യമുണ്ടോ? അയാളോട് ആശയപരമായി നേരിടാണല്ലോ വേണ്ടത്. ആശയപരമായി നേരിടുന്ന ശൈലിയാണ് ഇസ്ലാമിക ലോകത്തുണ്ടായിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, ഈ ഇസ്ലാമിക ചരിത്രം പഠിച്ചാൽ ഈ സിന്ദീഖുകൾ എല്ലാ കാലത്തുണ്ട്. ഇമാം റാസിയുടെ തഫ്സീറിലെ 1-ാം ഭാഗത്തിലെ 85-ാമത്തെ പേജ് ഇങ്ങനെ വായിച്ചു നോക്കൂ. ഇമാം ഷാഫിഈ മുൽഹിദുകളോട് നടത്തുന്ന സംവാദങ്ങൾ കാണാൻ പറ്റും. പിന്നെ ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി
മുൽഹിദുകളോടുള്ള സംവാദം കാണാൻ പറ്റും. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു അവരോട് നടത്തിയ സംവാദങ്ങൾ കാണാൻ പറ്റും. അഹ്മദ് ബിൻ ഹംബൽ അശ്ശൈബാനി യുക്തിവാദികളുമായിട്ടുള്ള സംവാദങ്ങൾ, ഇങ്ങനെ കുറേ സംഭവത്തിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ ആദ്യമായി ഇസ്ലാം ദീനിനെ സമഗ്രമായി പറയുക എന്നുള്ളതാണ്. നമ്മൾ എന്തെങ്കിലും കേൾക്കുമ്പോഴേക്ക് ചെന്ന് മറുപടി പറയേണ്ട കാര്യമല്ല. അതിനെ സമഗ്രമായി നമ്മൾ പഠിക്കുക, നമ്മളെ ജീവിതത്തിൽ ഇസ്ലാം ഉണ്ടാവുക എന്നുള്ളതാണ്. കുറേ തർക്കം പഠിക്കലല്ല, നമ്മൾ മുസ്ലിങ്ങളായി ജീവിക്കുക എന്നുള്ളതാണ്. അല്ലാതെ നമുക്കിതിൽ രക്ഷയില്ല. നോക്കൂ, ഖതീബുൽ ബഗ്ദാദി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ പറയുന്ന ഒരു കിതാബിൻ്റെ പേര് തന്നെ ഇഖ്തിദാഉൽ ഇൽമി അലൽ അമൽ എന്നാണ്. ഇൽമ് പഠിച്ചിട്ടത് അമൽ ചെയ്യുക എന്നുള്ളതാണ്. ആ പുസ്തകത്തിൽ കുറേ അസറുകളാണ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്, കുറേ അസറുകളാണ്. ഒന്നാമത്തെ അസർ എന്താണെന്നറിയോ? അൽ ഇൽമു കുല്ലുഹു ദുനിയ. ഇൽമ് എന്ന് പറഞ്ഞാൽ എല്ലാം ഇഹലോകത്താണ്. ഒരാൾ ഹാഫിദായി, ഒരാൾ കാരിയായി, ഒരാൾ ഇസ്ലാമിലെ എല്ലാ കാര്യങ്ങളും ഒരു മുഫഖിഹായി, എന്തെന്നായാലും അയാൾ മരിച്ചാൽ അൽ ഇൽമു കുല്ലുഹു ദുനിയ, എല്ലാ ഇൽമും ഇഹലോകത്ത് വെച്ച് തീരും. മരിച്ച് മറമാടുമ്പോൾ അയാൾ അറിവും മറമാടും. പക്ഷേ വല്ലാഖിറത്തു മിൻഹു വൽ അമലു ബി, ആഖിറത്തിലേക്ക് അവശേഷിക്കുന്നത് ഒരാൾ കർമ്മം ചെയ്താൽ ആ പഠിച്ച അറിവ് അയാൾ കർമ്മപദത്തിൽ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് ഗുണം കിട്ടും. ഒരാൾ എഴുതാൻ പഠിച്ചു, അയാൾ എഴുതാറേ ഇല്ല, എന്താ എഴുത്ത് പഠിച്ചിട്ട് കാര്യം? ഒരാൾ വായിക്കാൻ പഠിച്ചു, അയാൾ വായിക്കാറേ ഇല്ല, ആ വായന കൊണ്ട് എന്താ കാര്യം? വായിക്കാൻ അറിയുന്നവനും വായിക്കാൻ അറിയാത്തവനും സമമാണ്, അറിവുള്ളവനും അറിവില്ലാത്തവനും സമമാണെന്നാണ് ഖുർആൻ ചോദിച്ചത്. സമമാണ്. അതുകൊണ്ട് അറിവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. ലാ തഅല്ലമു അൽ ഇൽമ ലിതുമാറു ബിഹി അസ്സുഫഹ. പണ്ഡിതന്മാരോട് മത്സരിക്കാൻ വേണ്ടി, സംവാദം നടത്താൻ വേണ്ടി നീ ഇൽമു പഠിക്കരുത്. വലാ തുമാറു ബിഹി അസ്സുഫഹ. വിഡ്ഢികളോട് മാത്സര്യം കാണിക്കാൻ വേണ്ടി നീ ഇൽമു പഠിക്കരുത്. ഒരു മജ്ലിസിൽ ആളാകാൻ വേണ്ടിയിട്ട്, ഒരു തുഖയ്യിറു ബിൽ മജാലിസ്, ഒരു മജ്ലിസിൽ ഞാൻ തന്നെ നാളാകാൻ വേണ്ടിയിട്ട് നീ ഇൽമു പഠിക്കരുത്. ബിവജ്ഹില്ല, അള്ളാൻ്റെ വജ്ഹിന് വേണ്ടി നീ ഇൽമു പഠിക്കുക. ആ ഇൽമ് കർമ്മപദത്തിൽ കൊണ്ടുവരിക. ആ കർമ്മപദത്തിൽ കൊണ്ടുവരുമ്പോഴും സുംഅത്ത്, റിയാ, സുഹ്റത്ത് ഒന്നും വരാതെ ബിവജ്ഹില്ല അലല്ലാ, അള്ളാൻ്റെ വജ്ഹിന് വേണ്ടി മാത്രം പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ അള്ളാൻ്റെ മതം അള്ളാഹ് സംരക്ഷിക്കും. യുക്തിവാദികളിൽ നിന്നല്ല, നിരീശ്വരവാദികളിൽ നിന്നല്ല, ആരായാലും അള്ളാഹുവിൻ്റെ ദീൻ അള്ളാഹ് ഏറ്റെടുത്ത സംഗതിയാണ്. അത് അള്ളാഹ് തന്നെ പൂർത്തീകരിക്കും. നമ്മൾ ബേജാറാവേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിച്ചാൽ മതി. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. അഖൂലു മാ അസ്മഊൻ. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ.